അവസാനം ബദറിന്റെ രണഭൂമിയിലേക്ക് ഉമയ്യത്തും പുറപ്പെട്ടു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇബ്നു ഇസ്ഹാഖ് നിവേദനം ചെയ്യുന്നുണ്ട്. ഇന്നി ഖദ് അറഫ്തു അന്ന റജുലൻ മിൻ ബനി ഹാഷിമിൻ വഗൈരിഹിം ഖദ് ഉഖ്രിജൂ കർഹൻ ലാ ഹാജത ലഹും ബിഖിതാലിനാ. ചില ആളുകൾ ഉമയ്യത്തിനെ പോലെയുള്ളവർ പേടിച്ചു വരാതിരുന്നവരുണ്ട്, എന്നാൽ ഒന്നിനുമല്ലാതെ വെറുതെ വന്നവരുമുണ്ട്. ഇന്നി ഖദ് അറഫ്തു അന്ന റിജാലൻ മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്നുള്ള ചില ആളുകൾ, മറ്റുള്ളവരിൽ നിന്നുമുള്ള ചില ആളുകൾ ഖദ് ഉഖ്രിജൂ കർഹാ, അവർ നിർബന്ധിതരായി വന്നതാണ്. ലാ ഹാജത ലഹും ബിഖിതാലിനാ, അവർക്ക് നമ്മുടെ യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഫമൻ ലഖിയ മിൻകും അഹദൻ മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടാൽ ഫലാ യഖ്തുൽഹു, അവരെ കൊല്ലല്ലേ. വമൻ ലഖിയ അബൽ ബഖ്തരി, അബുൽ ബഖ്തരിയെ കണ്ടാൽ ഫലാ യഖ്തുൽഹു, അയാളെ കൊല്ലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് സഹായം ചെയ്ത ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തോട് താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം 3 വിഭാഗം ആളുകളാണെന്ന് സയ്യിദ് ഹവ്വ പ്രത്യേകം എടുത്തെഴുതുകയാണ്. ചില ആളുകൾ ബദ്ധവിരോധത്തോടെ വന്നവരാണ്, ചിലർ വിരോധമുണ്ടവനും വരാൻ കഴിഞ്ഞില്ല, പക്ഷേ നിർബന്ധിതരായവരാണ്. ചിലർ എല്ലാരും പോവല്ലേ ഉത്സവത്തിനെന്ന് വിചാരിച്ചിട്ട് കയറി വന്നവരാണ്. ഈ 3 കക്ഷികളും ബദറിന്റെ താഴ്വരയിലേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ അബൂ സുഫിയാൻ ബദറിന്റെ താഴ്വരയിലുള്ള കിണറിന്റെ അടുക്കലേക്ക് പോയി അന്വേഷിച്ചു, ഇവിടെ വല്ല വിശേഷവും ഉണ്ടോ, ഇവിടെ വല്ല വിശേഷമോ അവിടുന്ന് അബൂ സുഫിയാൻ അന്വേഷിച്ചു. അപ്പോൾ തന്നെ അബൂ സുഫിയാന്റെ അടുക്ക പറഞ്ഞു, ഇവിടെ 2 പേര് വന്നിരുന്നു, 2 ആളുകൾ ഇവിടെ വന്നിരുന്ന് അന്വേഷിച്ചിട്ടങ്ങ് പോയി, വെള്ളം കോരിക്കൊണ്ടങ്ങ് പോയി എന്ന് പറഞ്ഞപ്പോൾ 2 സ്വഹാബികളായിരുന്നു. അവര് അപ്പോൾ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന 2 സ്ത്രീകളാണ്. അവരിങ്ങനെ വർത്തമാനം പറയുന്നു, നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള പൈസ കടം വാങ്ങിയ പൈസയിൽ തല്ലുകൂടുന്ന പെണ്ണുങ്ങളാണ്. എടി, നിനക്ക് വരാനുള്ള പൈസയൊക്കെ 5-6 ദിവസം കൂടെ കഴിയട്ടെ, അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഇവിടെ തമ്പടിക്കും, അന്നേരം അവർക്ക് വെള്ളം കോരി കൊടുത്തിട്ട് കിട്ടുന്ന കൂലി കൊണ്ട് നിന്റെ കടം വീട്ടിക്കോളാം. അതിൽ നിന്ന് സ്വഹാബത്ത് പിടിച്ചെടുത്തു. അബൂ സുഫിയാന്റെ സംഘം ഇവിടെ വരുമെന്ന് അവര് മെല്ലെ വെള്ളവും കോരി അങ്ങ് വിട്ടു. കുറെ കഴിഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇതിനേക്കാൾ വലിയ തന്ത്രം അറിയുന്ന ആളാണല്ലോ. അയാള് പെട്ടെന്ന് അവിടെ വന്നിട്ടൊരു പരിസരാന്വേഷണം നടത്തി. പ്രത്യേകിച്ചൊന്നുമില്ല, 2 പേര് വന്ന് വെള്ളം കൊണ്ടുപോയി. ഉടനെ ഒട്ടകത്തിന്റെ ചാണകം അവിടെയുണ്ട്. അതാ അബൂ സുഫിയാൻ എടുത്ത് പരിശോധിക്കുകയാണ്. ഈ ചാണകം ഇത് എവിടെ നിന്നുള്ള പുല്ല് തിന്ന ജന്തുവാണ് എന്നറിയാൻ ചാണകം പരിശോധിച്ചാൽ അറിയാം. ഷെർലക് ഹോംസിന്റെ കുറ്റാന്വേഷണ കഥകളിൽ മുഴുവനും ഇതുപോലെയുള്ള ഉദാഹരണങ്ങളാണ് കാണുന്നത്. ഏതായാലും അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇത് യഥരിബിലുള്ള ഈത്തപ്പനയുടെ ഓല നിന്ന ഒട്ടകങ്ങളാണ്. സംഗതി മദീനത്ത് നിന്ന് വന്ന ആളുകളായിരിക്കണം. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കേണ്ടതുണ്ട്. നേരെ അബൂ സുഫിയാൻ തന്റെ കച്ചവട സംഘത്തിലേക്ക് പോയി വഴി മാറ്റി അങ്ങ് വിട്ടു. ഉടനെ മെസ്സേജ് കൊടുത്തു, നിങ്ങൾ ആരെങ്കിലും പോകുന്നത് എന്നെയും സംഘത്തെയും രക്ഷിക്കാനാണെങ്കിൽ പെട്ടെന്ന് വന്നോളൂ, ഇവിടെ കഴിഞ്ഞുപോയി, നിങ്ങളിനി യുദ്ധത്തിന് പോകേണ്ടതില്ല, യുദ്ധത്തിന് പോകേണ്ടതില്ല എന്നുള്ള മെസ്സേജ് ഖുറൈശികൾക്ക് വന്നു. പക്ഷേ അപ്പോഴേക്ക് അവർ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ബതറം വരിആ അന്നാസി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അവര് പറഞ്ഞു, ഏതായാലും ഇറങ്ങി, ഇനിയൊന്ന് ഒതുക്കിയിട്ടേ വരുന്നുള്ളൂ. മാത്രമല്ല ഇബ്ലീസ് വന്നങ്ങനെ കൂടി. ഇബ്ലീസ് വന്ന് ഖുറൈശികളുടെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, എടാ ചങ്ങാതിമാരെ, ഇവിടെ ഒന്നും നിൽക്കാനല്ല, തൽക്കാലം അബൂ സുഫിയാൻ രക്ഷപ്പെട്ടെങ്കിലും മുഹമ്മദ് നബി അനുയായികളെയും വെറുതെ വിടാൻ പാടില്ല. ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നേതാക്കന്മാർക്ക് മന്ത്രം പറഞ്ഞു കൊടുത്തു, പെട്ടെന്ന് യുദ്ധത്തിന് പോകണമെന്ന്. പിൽക്കാലത്ത് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിർനാ വസറൂ ഇലാ ബദരിൽ ലിഹീനിഹിം ലൗ യഅലമൂന യഖീനൽ ഇൽമി മാ സാറൂ دلاهم بغرور ثم أسلمهم إن الخبيث لمن والاه غرار
وقال إني لكم جار فأوردهم شر الموارد فيه الخزي والعار ثم التقينا فولوا عن سراتهم من منجدين ومنهم فرقة عار. അവര് വലിയ കോളിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്, വലിയ വിജയം നേടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അവര് വഞ്ചകന്മാരെ നേതാക്കന്മാരാക്കിയവർ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ്. അവര് വഞ്ചനയിൽ അകപ്പെട്ടു പോയതാണ്. സുറാഖത്തിന്റെ വാചകം കേട്ടിറങ്ങിയതാണ്. ഒരിക്കലും അത് വിജയത്തിന്റെ വഴിയല്ല. അവര് പരാജയപ്പെട്ടു പോയില്ലേ? ഏതായാലും പറയാം, ഉമയ്യത്ത് ബിൻ ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേൾക്കാതിരുന്ന ആളാണ്. അവസാനം ആ ഉമയ്യത്ത് ബിൻ ഖലഫിനെ പിടിച്ചുകെട്ടി ബദറിന്റെ രണാങ്കണത്തിൽ. അതിലേക്ക് തൽക്കാലം ഞാൻ വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയും ഒരുക്കം നടത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സ്വഹാബത്തിനെ മുഴുവനും ചിട്ടയിലും ക്രമീകരണത്തിലുമാക്കി. ബൈനാ അന വബിനു അമ്മിൻ അലാ മാഇൻ ബിബദർ ഫലമ്മാ റഅയ്നാ ഖില്ലത മൻ മഅ മുഹമ്മദിൻ വകസറത ഖുറൈശിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഇറങ്ങി. യുദ്ധത്തിന്റെ തലേന്നു തന്നെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട്. അയാളോട് ചോദിച്ചു, അല്ല പ്രത്യേകിച്ച് വല്ല വിശേഷങ്ങളും ഉണ്ടോ? അപ്പൊ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ എവിടുന്ന് വരുന്നവരാ? അത് ഞങ്ങൾ പറയാം. നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തയും ഉണ്ടെങ്കിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധിഷണയാണ്, ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നതിന്റെ കൃത്യതയാണ്. വല്ലതും പറയാനുണ്ടോ? അപ്പോൾ പറഞ്ഞു, പറയാ ഞങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പോൾ പറഞ്ഞു, എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മുഹമ്മദ് നബിയും അനുയായികളും മദീനത്തുനിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ചു കഴിയുമ്പോ ഇവിടെ എത്താനായി. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ട സംഘം നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അയാൾ ചോദിച്ചു, അല്ല നിങ്ങൾ എവിടുന്നാണ്? മിമ്മാ, ഞങ്ങൾ മായിൽ നിന്ന് വരികയാണ്. ഉദ്ദേശം എന്താണ്? ഞങ്ങൾ വെള്ളത്തിന്റെ അടുക്കൽ നിന്ന് വരികയാണെന്നാണ്. പക്ഷേ മാ എന്നൊരു പ്രദേശം ഇറാഖിലുണ്ട്. ഈ പാവപ്പെട്ട വയസ്സൻ വിചാരിച്ചു ഇത് ഇറാഖിൽ നിന്ന് വരികയാണെന്ന്. തൽക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് നടന്നുപോയി. കൃത്യമായ കണക്കുകൂട്ടൽ നടത്തിയിട്ട് സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരിയായ ദീനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, വിഷമിക്കണ്ട. അബ്ശിർ യാ അബൂബക്കർ, ഓ അബൂബക്കറേ, ഹാദാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെയുണ്ട്. ബിഅമാമത്തിൻ സഫറാ, മഞ്ഞ തലപ്പാവ് ധരിച്ചിട്ട് വന്നിട്ടുണ്ട്. ആഖിദും ബിഇനാന ഫർസിഹി ബൈനസ് സമാഇ വൽ അർളി, അതാ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് ആകാശഭൂമികൾക്കിടയിൽ യുദ്ധത്തിന്റെ ക്യാപ്റ്റനായി ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, പടച്ചവനെ, ഈ ഒരു ചെറിയ സംഘം നാളത്തെ യുദ്ധത്തിൽ തുടച്ചു നീക്കപ്പെട്ടു പോയാൽ പിന്നെ നിന്റെ ദീന് പറയാൻ ആളുണ്ടാവൂല റബ്ബേ. അതുകൊണ്ട് സഹായിക്കണം റഹ്മാനേ, സഹായിക്കണം റഹ്മാനേ. സഹാബത്തൊക്കെ കൂടി നബിതങ്ങൾക്കും സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും നിൽക്കാൻ ഉണ്ടാക്കി കൊടുത്ത അരീഷ് അഥവാ കുടിൽ, ആ കൊച്ചു കുടിലിൽ നിന്നുകൊണ്ട് ലോക നേതാവ്, അതുല്യനായ നേതാവാണ്, നാളെ പടക്കളത്തിൽ ഒട്ടിയ വയറുമായി ഇറങ്ങേണ്ട സ്വഹാബത്ത് മുഴുവനും വിശ്രമിക്കുന്നു.
നേതാവ് ഉറങ്ങുന്നില്ല, നേതാവ് പ്രാർത്ഥനയിലാണ്. ലോകൈക ഗുരുവായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകം മുഴുവനും തൗഹീദിന്റെ അമരധ്വനികളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി വന്ന ലോക നേതാവിന് വിശ്രമമില്ലാതെ പ്രാർത്ഥനയിലാണ്. ഇരു കൈകളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് അതാ നിന്നുകൊണ്ട് പറയുന്നു, പടച്ചവനെ ഞങ്ങളെ സഹായിക്കണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. ബദറിന്റെ മുഴുവൻ ചരിത്രവും പറയൽ ഞാൻ ഇവിടെ ലക്ഷ്യം വെക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളെ പറയുന്നുള്ളൂ. ബദർ ഖിസ്സകളും ചരിത്രങ്ങളും നമുക്ക് കൂടുതൽ അറിയുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കൽ എന്റെ ഈ പരമ്പര ലക്ഷ്യം വെക്കുന്നില്ല. എന്നാൽ കണ്ടില്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ബദറിൽ ഇറങ്ങിയപ്പോൾ ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ, ഖുർആൻ പറയുകയാണ്, നിങ്ങളെ സഹായിച്ചില്ലയോ ബദറിൽ വെച്ച്, ബദറുൽ മുനീറായ നബിതങ്ങളെ കൊണ്ട്. വഅൻതും അദില്ലാ, നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നില്ലേ, അംഗത്തിൽ കുറവാണ് 300 ചില്ലറ, എതിരാളികൾ 1000 കുതിരകൾ 70 അവർക്ക് 1000 അങ്ങനെ എല്ലാം വ്യത്യാസമുണ്ട്. 10 മടങ്ങുള്ള ശത്രുവിനോട്, അതുപോലെ തന്നെ 3-ലേറെയുള്ള അംഗസംഖ്യയോട്, ആയുധ ബലങ്ങളോടാണ് ലോക നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമരം വരുന്നത്. പിറ്റേന്ന് രാവിലെയായി, ഹാദാ ജിബ്രീലു ആഖിദും ബിഫറസിഹി വഅലൈഹി അദാത്തുൽ ഹർബി, സർവായുധ വിഭൂഷിതരായി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നു നിൽക്കുന്നു. യുദ്ധം ആരംഭിച്ചു. സ്വഹാബത്താണ്. സ്വഹാബത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതാ അബൂ റഹ്മുൽ ഗിഫാരി അനിബ്നു അമ്മിൻ ലഹു, അബൂ റഹ്മുൽ ഗിഫാരി പറയുകയാണ്, ബൈന അന വബ്നു അമ്മിൻ അലാ മാഇൻ ബിബദർ, ഞാനും എൻ്റെ മൂത്താപ്പയുടെ സമൂഹനും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഫലമ്മാ റഅയ്നാ ഖില്ലത മമ്മഅ മുഹമ്മദിൻ വകസറത ഖുറൈശിൻ ഖുൽനാ ഇദൽ തഖത്തിൽ ഫിഅതാനി അമദ്നാ ഇലാ അസ്കരി മുഹമ്മദിൻ വഅസ്ഹാബിഹി ഫന്തലഖനാ നഹവൽ മുജന്നബത്തിൽ ഇസ്റാ മിൻ അസ്ഹാബിഹി. വളരെ ന്യൂനമാണല്ലോ അവർ, നമുക്ക് അതുവഴി പോയി ഇതുവഴി അങ്ങോട്ടങ്ങ് പോകാം എന്ന് ഞങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഫബൈനാ നഹ്നു നംശി ഫിൽ മൈസറതി ഇദ് ജാഅത് സ്വഹാബത്തുൻ ഫഗശിയത്നാ ഫറഫഅനാ അബ്സാറനാ ഇലൈഹാ. ന്യൂനപക്ഷമുള്ള സൈന്യത്തെയാണ് ഹബീബിന്റെ കൂടെ കാണുന്നത്. ഞങ്ങൾ ഉള്ളോട്ട് കയറി നടന്നപ്പോഴോ അവിടെ അതാ ഒരു മേഘം പൊതിഞ്ഞതുപോലെയാണ്. ഫസമിഅനാ അസ്വാത الرجال والسلاح وسمعنا رجلا يقول لفرسه اقدم حيزوم اقدم حيزوم اقدم حيزوم. മേലോട്ട് നോക്കുമ്പോൾ പുരുഷന്മാരുടെ ശബ്ദമാണ്, ആയുധത്തിന്റെ കലപിലകളാണ്. അതിന്റെ ഇടയിലൂടെ കുതിരയോട് പറയാണ്, പോകട്ടെ മുന്നോട്ട് മുന്നോട്ട്, നല്ലോല മുന്നോട്ട് പോകട്ടെ. വസമിഅനാഹും യഖൂലൂൻ റുബൈദൻ തതാം ഉംറാകും അദാ വനസലു അലാ മൈമനതി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലഭാഗത്തേക്ക് പോയി. മാലാഖമാരുടെ സൈന്യം യുദ്ധത്തിലാണ്. അവരതാ വെട്ടുന്നുണ്ട്. എതിരാളികൾ നോക്കുമ്പോ അവിടുന്ന് വാള്, ഇവിടുന്ന് പരിച, ഇവിടുന്ന് വാള്, അവിടുന്ന് വെട്ട്, ഇവിടുന്ന് കുന്തം. ആളെ കാണാനില്ല. ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ആയിരക്കണക്കിന് മാലാഖമാരിറങ്ങുകയാണ് ലോക നേതാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി. കാരണം എന്തേ? ഉലിദൽ ഹുദാ ഫൽകായിനാതു ളിയാഉ വഫമു സമാനി തബസ്സുമുൻ വസനാഉ والروح والملأ الملائك حوله جبريل رواح بها غداء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുക്കുമ്പോൾ തന്നെ ലോകമാകമാനം പ്രദീപ്തമാണ്.
മാലാഖമാര് വീട്ടിലെ സേവകരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം രാവിലെയും വൈകുന്നേരവും അവിടെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. ഇമാം ബൈഹഖി ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, സീമാഉൽ മലായികതി യൗമ ബദർ അമാഇമ ബീദ് ഖദ് അർസലുഹാ അലാ ളുഹൂരിഹിം വയൗമ ഖൈബർ അമാഇമ ഹുംറാ. ബദർ യുദ്ധത്തിന്റെ അന്ന് വെള്ള തലയെക്കെട്ടും കെട്ടിയിട്ടാണ് മാലാഖമാർ ഇറങ്ങിയത്. എന്നിട്ട് സത്യത്തിന്റെ പക്ഷത്തുള്ള സ്വഹാബികൾക്ക് കൂട്ടുപറയുകയാണ്, അവരുടെ കൂടെയാണ്. എന്നിട്ടോ അന്ന് മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അഹദ് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വറആഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന അഖഫാ ഇഗ്ഫാഅതൻ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അരീശ് ഫി الدرء فجعل يحرض الناس على القتال ويبشر الناس بالجنة ويشجعهم بنزول الملائكة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ടോപ്പ് ലീഡറാകുന്ന ക്യാപ്റ്റൻ അവിടുത്തെ ഖൈമയിൽ ഇരിക്കുകയല്ല, ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, ഉഷാറായിട്ടൊന്ന് മുന്നോട്ട് പോയേ, കണ്ടില്ലേ മലായികത്ത് കൂടെയുണ്ട്, കണ്ടില്ലേ എതിരാളികളെ തോറ്റോടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലീഡറാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരെ മുഴുവനും അതാ കൈകാര്യം ചെയ്യുന്നു. رميت إذ رميت ولكن الله رمى. അതാ മുഹമ്മദ് ബിൻ ഉമർ അൽ-അസ്ലമി നിവേദനം ചെയ്യുന്നു, ഞാൻ വായിക്കുന്നത് മുഴുവനും സുബുലുൽ ഹുദാ വർ റഷാദ് 4-ാം വാള്യമാണ്. വഉമിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ മിനൽ ഹസ്ബാഇ കഫൻ വറമാ ബിഹിൽ മുശ്രികീന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കയ്യിൽ ചരൽക്കല്ലുകൾ എടുത്തു. എന്നിട്ട് ഷാഹത്തിൽ വുജൂഹ് ഷാഹത്തിൽ വുജൂഹ് അല്ലാഹുമ്മ അർഇബ് ഖുലൂബഹും വസൽസിൽ അഖദാമഹും. അല്ലാഹുവേ അവരുടെ ഖൽബുകളെ നീ പതറിപ്പിച്ചു കളയണേ, അവരുടെ കാലുകളെ നീ ഇടറിപ്പിച്ചു കളയണേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയേറാണ്. ഫൻഹസമ അദാഉല്ലാഹി ലാ യലൂന അലാ ശൈഇൻ വൽഖൗ ദുറൂഅഹും വൽമുസ്ലിമൂന യഖ്തുലൂനഹും. എതിരാളികളായ ആളുകൾ എല്ലാ പടയങ്കികളും എല്ലാ പരിചയവും വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്. സ്വഹാബത്ത് മുന്നേറുകയാണ്. അപ്പോഴാ